വന്ദേ മാതരം വന്ദേ മാതരം. ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ 18ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. 1947 ജൂൺ 3-ാം തീയതി മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി അതുവരെ ഈ പുണ്യഭൂമി കൊള്ളയടിച്ച് നശിപ്പിച്ച ബ്രിട്ടന്റെ പ്രതിനിധിയെ കൊണ്ട് തന്നെ ഭാരതം 4 കഷ്ണങ്ങളായി വെട്ടിമുറിച്ച ചതിക്ക് പിന്നിൽ ചരടുവലികൾ നടത്തിയത് ആരെല്ലാമായിരുന്നു, എന്തെല്ലാമായിരുന്നു ആ ചരടുവലികളുടെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ ചരിത്ര സത്യങ്ങളായിരിക്കും ഈ എപ്പിസോഡ് മുതൽ നമ്മൾ അവലോകനം ചെയ്യുക. കൈലാസം മുതൽ ശ്രീലങ്ക ഉൾപ്പെടെ സിംഗപ്പൂർ വരെ വ്യാപിച്ചു കിടന്നിരുന്നതും BC 6000 മുതലെങ്കിലും ഭാരതം അഥവാ ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്നതുമായ ഭൂപ്രദേശത്തിന്റെ ആ പേര് തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കത്തക്ക വിധം ഭാരതമാതാവിന്റെ ശിരസായി സങ്കല്പിക്കാവുന്ന ജമ്മു കാശ്മീരും ഇരു കൈകളായി സങ്കല്പിക്കാവുന്ന കിഴക്കേ പാകിസ്ഥാനും പടിഞ്ഞാറേ പാകിസ്ഥാനും വെട്ടിമുറിച്ച ശേഷം അവശേഷിച്ച ഭൂപ്രദേശത്തെ ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരിട്ട് ആ പേരിൽ തന്നെ ഔദ്യോഗികമാക്കിയപ്പോൾ ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്ന് BC 6000 മുൻപ് ഭാരതീയ ഋഷീശ്വരന്മാർ രേഖപ്പെടുത്തി വെച്ചിരുന്ന ഭാരതം എന്ന പുണ്യഭൂമിയുടെ യഥാർത്ഥ നിർവചനം അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും മായ്ച്ചു കളഞ്ഞ ആ കൊടുംചതി മറയും ചിറയുമില്ലാതെ കൂടുതലൊന്നും സഭ്യതയിൽ പൊതിയാതെ അർത്ഥം വ്യക്തമാക്കത്തക്ക വിധം പച്ച മലയാളത്തിൽ പറഞ്ഞാലേ തനി തന്തയില്ലാ തരവഴി ആയിരുന്നില്ലേ. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എല്ലാ വർഷവും നവംബർ 14-ാം തീയതി ചാച്ചാ നെഹ്റു കി ജയ് എന്ന ഉച്ചത്തിൽ വിളിച്ചുകൂവി ബഹുമാനിച്ചിരുന്ന ആ ചാച്ചാ നെഹ്റുവിനും അയാളുടെ അച്ഛനായിരുന്ന മോത്തിലാലിന് അവിഹിതത്തിൽ ഉണ്ടായതെന്ന് വരെ ധാരാളം കിംവദന്തികളുള്ള ഷെയ്ഖ് അബ്ദുള്ളയ്ക്കും മുഹമ്മദ് അലി ജിന്നയ്ക്കുമായി പാണ്ഡനും മണിയനും കുരങ്ങനെ കൊണ്ട് അപ്പം പങ്കുവെപ്പിച്ചതിനേക്കാൾ ലാഘവത്തോടെ പങ്കുവെപ്പിച്ച ആ കൊടും ചതിയുടെ യഥാർത്ഥ ഉത്തരവാദികൾ ആരൊക്കെയായിരുന്നു? അതുപോലെ തന്നെ ഗാന്ധിയോ നേതാജി സുഭാഷ് ചന്ദ്രബോസോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊടും ചതി സംഭവിക്കുമായിരുന്നോ? ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ശരിയും സത്യസന്ധവുമായ ഉത്തരങ്ങൾ ഇനിയെങ്കിലും മുഴുവൻ ഭാരതീയരും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ 2014 ആരംഭിച്ച ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പുരോഗതി എത്രയും വേഗം പുരോഗമിക്കൂ. AD 7-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിക അധിനിവേശ ശക്തികളും 14-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ കൊളോണിയലിസ്റ്റുകളും ഭാരതം മുടിച്ചു തേച്ച് കഴുകുന്നതിന് മുൻപ് ആഗോള GDPയുടെ 30% കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്നതും ശാസ്ത്രീയമായും സാങ്കേതികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ആധ്യാത്മികമായും ഈ ഭൂമുഖത്ത് ഏറ്റവും ഉജ്ജ്വലമായി ശോഭിച്ചിരുന്നതുമായ ഭൂപ്രദേശമായിരുന്നു ഭാരതമെന്നും കലവറയില്ലാത്ത ഭാരതത്തിലെ സമ്പത്തിനെ പറ്റി കേട്ടറിഞ്ഞ മേൽപ്പറഞ്ഞ അധിനിവേശ ശക്തികൾ എങ്ങനെയാണ് ഒരു സഹസ്രാബ്ദം കൊണ്ട് ഈ പുണ്യഭൂമിയെ 3-4 ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥിരാംഗമാക്കി അധപ്പതിപ്പിച്ചതെന്നും എന്നാൽ സത്യാന്വേഷികളും അന്വേഷണ ബുദ്ധി ഉള്ളവരുമായിരുന്ന ധാരാളം വിദേശ ചരിത്രകാരന്മാരും ഗ്രന്ഥകാരന്മാരും ഭാരതത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ 17 എപ്പിസോഡുകളിലായി സാമാന്യം വിശദമായി തന്നെ നമ്മൾ വിശകലനം ചെയ്തു. ആ വിശകലനങ്ങളിൽ നമ്മൾ പരാമർശിച്ച ചരിത്ര സത്യങ്ങൾ ഒട്ടുമുക്കാലും തന്നെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഔദ്യോഗികമായ ചരിത്രത്തിലോ പാഠ്യപദ്ധതിയിലോ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം മറച്ചു വയ്ക്കപ്പെട്ടതുകൊണ്ട് ഭൂരിഭാഗം ഭാരതീയരും അറിയാതെ പോയവ ആയതിനാൽ ഈ വീഡിയോ പരമ്പരയിലെ ഓരോ എപ്പിസോഡും കഴിയുന്നത്രയും പേർക്ക് ഷെയർ ചെയ്ത് അവർക്കുകൂടി സ്വന്തം മാതൃഭൂമിയുടെ ആ കഴിഞ്ഞകാല തിക്താനുഭവങ്ങളെപ്പറ്റി അറിയുവാൻ സഹായിച്ചാൽ ഒരു പക്ഷേ അവർക്കും സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രത്തിന് മുകളിലെ കഴിഞ്ഞ 70ഓളം വർഷങ്ങളിൽ കുമിഞ്ഞുകൂടിയ ചപ്പ് ചവറുകൾ വലിച്ചു മാറ്റി ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന മുത്തുകളും പവിഴങ്ങളും കണ്ടെത്തുവാൻ പ്രേരണയുണ്ടാകുവാനും അങ്ങനെ സ്വന്തം മാതൃഭൂമിയെ പറ്റി 100% അഭിമാനമുള്ളവരായി തീരുവാനും ഒരു പക്ഷെ കഴിഞ്ഞേക്കാം. ആ തോന്നൽ തന്നെയാണ് ഈ ജന്മം തീരുന്നതിന് മുൻപ് സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രത്തിലെ മനഃപൂർവ്വം മറച്ചുവെക്കപ്പെട്ട പല ഏടുകളും തിരഞ്ഞു നോക്കുവാനും അതിലെ സുപ്രധാനമായ പച്ച സത്യങ്ങൾ
താല്പര്യമുള്ള മറ്റുള്ളവർക്ക് കൂടി അറിയുവാൻ തക്കവിധം ഈ വീഡിയോ പരമ്പര തുടങ്ങുവാനും ഉണ്ടായ പ്രേരണ. നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നുന്നത് എങ്കിൽ അത് സ്വന്തം മാതൃഭൂമിയോടുള്ള നമ്മുടെ കടപ്പാടിന്റെ ഭാഗമായി കരുതി ഈ വീഡിയോകൾ ഓരോന്നും നിങ്ങളാൽ കഴിയുന്നത്രയും പേർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭാരതത്തെ സ്വതന്ത്രമാക്കാനുള്ള പോരാട്ടത്തിൽ നെഹ്റു ഗാന്ധിയോടൊപ്പം ചേർന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ ലഭ്യമായ ചരിത്രരേഖകളും 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം ഭാരതത്തിലുണ്ടായ സംഭവ വികാസങ്ങളും കണക്കിലെടുത്താൽ വ്യക്തമാകുന്നത് നെഹ്റുവിന്റെ കാഴ്ചപ്പാടും മനോഭാവവും ഗാന്ധിയുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നാണ്. ബ്രിട്ടീഷുകാർ പൂർണ്ണമായും തകർത്ത് ദരിദ്രരും നിരാശരും നിരാലംബരുമാക്കി തീർത്ത ഭാരതീയരെ ആയിരുന്നു ഗാന്ധി പ്രായോഗികമായി പ്രതിനിധാനം ചെയ്തിരുന്നതെങ്കിൽ, വിദ്യാഭ്യാസം കൊണ്ട് ഞാനൊരു ബ്രിട്ടീഷുകാരനാണ്, കാഴ്ചപ്പാടിൽ ഞാനൊരു അന്താരാഷ്ട്ര പൗരനാണ്, സംസ്കാരത്തിൽ ഞാനൊരു മുസ്ലിമാണ്, ജന്മത്തിലെ ഒരു പിഴവ് കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് എന്നിങ്ങനെ ഇടയ്ക്കിടെ പരസ്യമായി സ്വയം പരിചയപ്പെടുത്തിയിരുന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടും മനോഭാവവും പെരുമാറ്റ രീതികളും ഗാന്ധിക്കും ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കും ഇടയിലെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതനായി പ്രവർത്തിക്കുവാൻ പരമാവധി ശ്രമിച്ചിരുന്ന വിദ്യാസമ്പന്നനും കാര്യവിവരമുള്ളവനും സൗമ്യനും സുഗുണനുമായ ഒരു മധ്യസ്ഥന്റേതായിരുന്നു. ശരിയോ തെറ്റോ, ചരിത്ര സത്യങ്ങളെ അടിസ്ഥാനമാക്കി ഇക്കാര്യം നിങ്ങൾ തന്നെ വിലയിരുത്തുക. തന്റെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരായി ഗാന്ധിജി നടത്തിയ നിരവധി അഭ്യർത്ഥനകളും അപേക്ഷകളും പ്രതിഷേധ പ്രകടനങ്ങളും പൂർണ്ണമായും പരാജയപ്പെട്ടപ്പോൾ 1942 ഓഗസ്റ്റ് 8 ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ എന്ന പ്രക്ഷോഭണവുമായി ഗാന്ധിജി ഇറങ്ങിത്തിരിച്ച കാലത്ത് നെഹ്റു ബ്രിട്ടീഷുകാരുടെ കീഴുദ്യോഗസ്ഥനായി പ്രവർത്തിക്കുകയും അത് രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യൻ സൈനികർ ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നതിനാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള ഭാരതീയ സൈനികരുടെ പിന്തുണ പൊടുന്നനെ പിൻവലിക്കുവാൻ സാധ്യമല്ലെന്നും അതുകൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നീട്ടിവെച്ചേ മതിയാവൂ എന്നുമായിരുന്നു നെഹ്റുവിന്റെ നിലപാട് എന്നാണ് ശ്രീ MK സിംഗിന്റെ എൻസൈക്ലോപീഡിയ ഓഫ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗാന്ധിജിയുടെ നീക്കങ്ങൾ മുഴുവൻ ഭാരതീയരെയും ഒരേ ചരടിൽ കോർത്തിണക്കി എത്രയും വേഗം തങ്ങളെ ഭാരതത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയതോടെ ഭാരതത്തെ എന്നേക്കുമായി നശിപ്പിക്കുവാൻ ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന പഴയ റോമൻ തന്ത്രമല്ല യഥാർത്ഥത്തിൽ കുതന്ത്രം പ്രായോഗികമാക്കുവാൻ തീരുമാനിച്ച് അതിനുവേണ്ടി അവർ നെഹ്റുവിനെ ആയിരുന്നു പ്രധാന കരുവായി ഉപയോഗിച്ചത്. ശ്രീ MK സിംഗിന്റെ വിവരണമനുസരിച്ച് ഇംഗ്ലണ്ടിൽ പഠിച്ചിരുന്ന കാലത്ത് നെഹ്റുവും പിൽക്കാലത്ത് മൗണ്ട് ബാറ്റന്റെ ഭാര്യയായി തീർന്ന എഡ്വിനായും തമ്മിലുണ്ടായിരുന്ന മൈത്രി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രത്തിന്റെ അഥവാ കുതന്ത്രത്തിന്റെ വിജയത്തിന് പറ്റിയ ഏറ്റവും നല്ല എളുപ്പവഴി തന്നെയാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആ കുതന്ത്രം വിജയിപ്പിക്കുവാൻ വേണ്ടി വന്ന എല്ലാ അടവുകളും പ്രയോഗിക്കുകയും അതിലവര് വിജയിക്കുകയും ചെയ്തു. നെഹ്റുവും പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് അലി ജിന്നയും എഡ്വീനയും ഇംഗ്ലണ്ടിലെ ഹാരിസ് മാഞ്ചസ്റ്റർ കോളേജിൽ വിദ്യാർത്ഥികളായിരുന്നപ്പോഴായിരുന്നു നെഹ്റുവും എഡ്വീനയും തമ്മിലുള്ള മൈത്രി ആരംഭിച്ചത്. 20 വർഷങ്ങളോളം വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇംഗ്ലണ്ടിൽ തങ്ങിയ ശേഷം നെഹ്റുവും ജിന്നയും ഇന്ത്യയിലേക്ക് മടങ്ങുകയും അന്ന് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന മോത്തിലാലിന്റെ സ്വാധീനം കൊണ്ട് താമസം കൂടാതെ നെഹ്റു കോൺഗ്രസ് പാർട്ടിയിൽ അംഗമാകുകയും പിന്നീട് മോത്തിലാൽ തന്റെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ജവഹർലാലിന് കൈമാറുകയും ചെയ്തു. ഭാരതത്തിലേക്ക് മടങ്ങിയെത്തിയ ജിന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിൽ ചേർന്നു എന്ന വിവരം അറിഞ്ഞതോടെ ബ്രിട്ടീഷ് ഇന്റലിജൻസിന്റെ വിലയിരുത്തലിൽ ഭാരതീയർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുവാനുള്ള ഒരു വിഷയമായി മതപരമായ വ്യത്യാസം കുത്തിവെക്കുവാൻ എഡ്വീനയ്ക്ക് കഴിഞ്ഞാൽ നെഹ്റുവിനെയും ജിന്നയെയും വേണ്ടത്ര സ്വാധീനിക്കാനും എഡ്വീനയ്ക്ക് കഴിയുമെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസിന് ഉറപ്പുണ്ടായിരുന്നു. പൂർണ്ണമായും രാഷ്ട്രീയത്തിനു പുറത്തു നിന്നുകൊണ്ട് തന്നെ സുഹൃത്ത് ബന്ധത്തിന്റെ മറവില്
ഭാവിയിലെ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുവാനുള്ള അഭിലാഷം നെഹ്റുവിന്റെയും ജിന്നയുടെയും മനസ്സുകളിൽ ഒരേ സമയം നട്ടുവളർത്തിക്കൊണ്ട് എഡ്വീന വളരെ ബുദ്ധിപൂർവം തന്റെ പങ്ക് നിർവഹിക്കുകയും ചെയ്തു. അതോടെ ഭാരതീയരുടെ ഇടയിൽ മതപരമായി ഉണ്ടായിരുന്ന വ്യത്യാസം ഒരു പ്രശ്നമാക്കി മുളപ്പിച്ച് ബ്രിട്ടീഷ് ഇന്റലിജൻസ് അത് ശ്രദ്ധാപൂർവം വളർത്തിയെടുത്തു. 400ഓളം വർഷങ്ങൾ തുടർച്ചയായി ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നടത്തിയ കൊള്ളയുടെയും ചൂഷണത്തിന്റെയും കൂട്ടക്കൊലകളുടെയും ക്രൂരതകളുടെയും കാലഘട്ടം മുഴുവനും ഒന്നിച്ചുണ്ടും ഒന്നിച്ചുറങ്ങിയും ഒന്നിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്ത ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും എല്ലാവരും ഭാരതം എന്ന ഒരേ ഒരു കുടുംബത്തിലെ ഏകോദര സഹോദരങ്ങളായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 1932 ബ്രിട്ടനെതിരെ ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം പ്രഖ്യാപിച്ചപ്പോഴും 1942 ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി ഗാന്ധിജി മുന്നോട്ട് കുതിച്ചപ്പോഴും പരസ്പരം കൈകോർത്ത് ബ്രിട്ടീഷുകാരുടെ കൊടും മർദ്ദനങ്ങൾ ചെറുത്തുനിന്ന ഭാരതീയരെ ആ കാലഘട്ടങ്ങളിലൊന്നും ഒരിക്കലും മതങ്ങൾക്ക് രാഷ്ട്രത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നില്ല. ഈ ചരിത്ര സത്യം ഇനിയെങ്കിലും ഇന്നത്തെ ഭാരതീയർ ഓർമ്മിച്ചേ മതിയാവൂ. എങ്കിൽ മാത്രമേ ഭാരതം നശിക്കാതെ ഇരിക്കൂ. ശരിയോ തെറ്റോ? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ ബുദ്ധിയിലെ. മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങള് വിദേശങ്ങളിൽ നിന്ന് ഭാരതത്തിൽ കടന്നു കയറിയ അധിനിവേശ ശക്തികള് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച മതങ്ങളായിരുന്നതിനാൽ പ്രാണഭയം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി അക്കാലത്ത് അവയിൽ അകപ്പെട്ടു പോയി എങ്കിലും മുഴുവൻ ഭാരതീയരും യഥാർത്ഥത്തിൽ ഒരേ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണെന്ന് അക്കാലത്ത് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ മതവികാരത്തിൽ മതവിദ്വേഷം കൂടി വേണ്ടത്ര ചേർത്ത് ബ്രിട്ടീഷ് ഇന്റലിജൻസ് പ്രത്യേകം തയ്യാറാക്കിയ കാളാകൂടത്തിന്റെ ടെസ്റ്റ് ഡോസ് കുത്തിവെച്ച് നെഹ്റുവിലും ജിന്നയിലും എഡ്വീന മൗണ്ട് ബാറ്റൻ നടത്തിയ പരീക്ഷണം വിജയിക്കുമെന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിനെ തുടർന്ന് ആ കൊടും വിഷം ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഭാരതം മുഴുവൻ അതിവേഗം സ്പ്രേ ചെയ്ത് വ്യാപിപ്പിച്ചു. അതോടെ തലേ ദിവസം വരെ ഒരു കുടുംബമായി ഒന്നിച്ചു ഉണ്ടും ഒന്നിച്ചുറങ്ങിയും മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി ഒന്നിച്ചു മരിക്കുവാൻ തയ്യാറായി പരസ്പരം കൈകോർത്ത് ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സഹോദരങ്ങള് മതഭ്രാന്തു ബാധിച്ച് അതുവരെ ഉണ്ടായിരുന്ന ലക്ഷ്യബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട് സ്വയം മറന്ന് മാതൃഭൂമിയെ മറന്ന് കൊലവിളികൾ ആക്രോശിച്ച് പരസ്പരം തമ്മിൽ തല്ലി തെരുവുകളിൽ ചത്തുവീണപ്പോൾ ആ ശവങ്ങൾക്കായി കഴുകന്മാർ തമ്മിൽ കൊത്തുകൂടി തുടങ്ങി. അതോടെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് പ്രത്യേക പരിശീലനം കൊടുത്ത എഡ്വീന നെഹ്റുവിന്റെയും ജിന്നയുടെയും മനസ്സിൽ ഒരേ സമയം കുത്തിവെച്ച അധികാരമോഹം പ്രതീക്ഷിച്ച ഫലങ്ങള് നൽകി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് BC 10,000 മുതൽ AD 1942 വരെ ഭാരതം എന്ന ഒരേ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്ന ഏകോദര സഹോദരങ്ങള് ഭ്രാന്തിളകി തെരുവുകളില് തമ്മിൽ തല്ലി കൊന്നും കൊലവിളിച്ചും കലിതുള്ളി നടന്ന ആ ശുഭമുഹൂർത്തം നോക്കി ഗാന്ധിയെ കൂച്ചുവിലങ്ങിട്ടും മൗനവ്രതത്തിലാക്കിയ ശേഷം നെഹ്റു എന്ന പാണ്ഡനും ജിന്ന എന്ന മണിയനും കൂടെ കൂടിയ അബ്ദുള്ള എന്ന മണികണ്ഠനും കൂടി ഈ ഭൂമുഖത്ത് മഹത്തായി ശോഭിച്ചിരുന്ന ഭാരതീയ സാമ്രാജ്യം എന്ന ചൂടപ്പം ആ നിമിഷം വരെ കൊതി തീരെ ആസ്വദിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷ് കിരാതത്വത്തിന്റെ പ്രതിനിധിയായിരുന്ന ബഹുമാനപ്പെട്ട വൈസ്രോയി എന്ന കുരങ്ങനെ ഏൽപ്പിച്ച് 4 കഷ്ണങ്ങളാക്കി തമ്മിൽ പങ്കുവെച്ചു. ഇതല്ലേ ചരിത്ര സത്യം? 10,000-ലധികം വർഷങ്ങളിലെ പൈതൃകവും പാരമ്പര്യവും ഉണ്ടായിരുന്ന ഭാരതം 1947 ജൂൺ 3-ാം തീയതി 4ആയി കഷണിച്ച് അതിലെ വലിയ കഷ്ണത്തിന് ഇന്ത്യ എന്ന പേരിട്ട് നെഹ്റുവിനെ ഏൽപ്പിച്ച ശേഷം കൊലച്ചിരിയോടെ ബ്രിട്ടീഷുകാരൻ വിടവാങ്ങുമ്പോൾ ഭാരതീയരുടെ സ്ഥിതി എന്തായിരുന്നു? ഈ യാഥാർത്ഥ്യവുമായി അടുത്ത എപ്പിസോഡിൽ, അതായത് ഈ വീഡിയോ പരമ്പരയുടെ 19-ാം എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. വന്ദേ മാതരം, വന്ദേ മാതരം.